സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. അതേസമയം കാലവർഷം തുടങ്ങി ഒരാഴ്ച പിന്നിട്ടെങ്കിലും സംസ്ഥാനത്ത് 27% കുറവ് മഴയാണ് ലഭിച്ചത്. തൃശൂർ, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ മാത്രമാണ് കൂടുതൽ മഴ ലഭിച്ചത്. സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സുനിഷ, ആദ്യം തന്നെ നിലവിലുള്ള മഴ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ഏത് ജില്ലകളിൽ മുന്നറിയിപ്പുകൾ? ഏതെല്ലാം തരത്തിൽ എത്രത്തോളം ശക്തമായ മഴ ലഭിക്കും? ബിനിൽ, കേരള തീരത്ത് കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ഒപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇന്നും കേരള തീരത്ത് വലിയ രീതിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ്. നിലവിൽ ഇപ്പോൾ 3 ജില്ലകളിലാണ് അതിശക്തമായ മുന്നറിയിപ്പ്, ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മറ്റ് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. അത് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകൾക്കാണ്. ഒപ്പം തന്നെ നാളെ 4 ജില്ലകളിൽ കൂടി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ്. ഒപ്പം 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരും. വരുന്ന 5 ദിവസം കൂടി ഇതേ രീതിയിലുള്ള ഒരു മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് വരുന്ന ദിവസങ്ങളിലും നൽകിയിട്ടുണ്ട്. അതാണ് നിലവിലുള്ള മഴ മുന്നറിയിപ്പ്. സുനിഷ, കാലവർഷം തുടങ്ങി ഒരാഴ്ച പിന്നിട്ടെങ്കിലും സംസ്ഥാനത്ത് 27% കുറവ് മഴയാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. എവിടെയെല്ലാമാണ് കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്? ബിനിൽ, കാലവർഷം എത്തിയെങ്കിൽ പോലും കൃത്യമായ അളവിൽ മഴ ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതായത് കാലവർഷം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് 27% മഴക്കുറവുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. തൃശൂർ, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ മാത്രമാണ് സാധാരണയുള്ളതിനേക്കാൾ കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് എന്നതാണ്. ഒപ്പം തന്നെ ഈ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ലഭിക്കേണ്ട മഴയുടെ, ഈ സാധാരണ കാലവർഷം തുടങ്ങി ലഭിക്കേണ്ട മഴയുടെ പകുതി മഴ പോലും ലഭിച്ചിട്ടില്ല എന്നതാണ്. വരും ഇനിയിപ്പോ വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ കാലവർഷം ശക്തി പ്രാപിക്കുകയാണെങ്കിൽ മഴ കൂടുതൽ ലഭിക്കുമെന്നത് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ നിലവിൽ ഏതായാലും ഈ തൃശൂർ, കോട്ടയം, മലപ്പുറം ജില്ലകളിൽ മാത്രമാണ് സാധാരണ കാലയളവിൽ ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പൂക്കോട്ടാണ് ഏറ്റവും അധികം. കഴിഞ്ഞ ദിവസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പൂക്കോട്ടാണ് എന്നതാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ കാഞ്ഞിരപ്പുഴയാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത് എന്നതാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ബിനിൽ, വ്യക്തമാണ്. 27% കുറവ് മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചിട്ടുള്ളത്. സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്.